ഇനി വാർത്തകൾ കാര്യമായിട്ട് പരിശോധിക്കാൻ പോകുമ്പോഴത്തേനും കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യം പറയാൻ പറ്റില്ല. ഇപ്പം ഭരണമുന്നണിയുടെ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇപ്പം നിലവിൽ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മണിക്കൂർ തുടങ്ങാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് വെച്ചാൽ KPCCക്ക് ഒരു അധ്യക്ഷൻ ഇല്ലാത്തതാണ്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ കുറച്ച് നാളുകളായിട്ട് തുടങ്ങി, പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നീട് KPCCക്ക് ഒരു അധ്യക്ഷനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും സംസ്ഥാനത്തുടനീളം പല സ്ഥലങ്ങൾ ഉടനീളം ഒന്നും പറയാൻ പറ്റില്ല, പലയിടങ്ങളിലും ഫ്ലെക്സും ബാനറും പോസ്റ്ററുകളും ഒക്കെ ഉയർന്നതാണ്. എന്നിട്ടും ചർച്ചകൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും അങ്ങോട്ട് എത്തിയിരുന്നില്ല. ഇന്ന് ഈ KPCCക്ക് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രി VD സതീശൻ ഹൈക്കമാൻഡുമായിട്ട് സംസാരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായാവും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക. KC ഗ്രൂപ്പിന്റെ ഒളിയുദ്ധത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയുന്നു. ശരത്ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയമുണ്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. KPCC പ്രസിഡന്റ് മന്ത്രിയായ സാഹചര്യത്തിലാണ് നിലവിൽ KPCCക്ക് ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. സംഘടനാപരമായിട്ട് പല പ്രശ്നങ്ങളും കോൺഗ്രസിനുള്ളിൽ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയെ ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു മുഴുവൻ സമയ പ്രസിഡന്റ് കൂടിയേ തീരുകയുള്ളൂ. സംസ്ഥാനത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരവും പുതിയൊരു KPCC അധ്യക്ഷൻ വേണമെന്നായിരുന്നു. പല പേരുകൾ സജീവമായിട്ട് കേൾക്കുന്നുമുണ്ട്, പക്ഷെ ഒരു പേരിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അതിന് പറഞ്ഞിരുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി സ്ഥലത്തില്ലാത്തതായിരുന്നു, വിദേശ യാത്രയിലായിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം ചർച്ചയാകാം എന്നൊരു നിലപാടൊക്കെയാണ് ഇവിടുത്തെ നേതൃത്വം എടുത്തിരുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി VD സതീശൻ കാണുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? ഏതെങ്കിലും പേരിന് മുൻതൂക്കമുണ്ടോ ശരത്ത്? ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി. കേരളത്തിൽ രണ്ട് പ്രശ്നങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്ന് KPCC അധ്യക്ഷ സ്ഥാനം, മറ്റൊന്ന് KC ഗ്രൂപ്പിൻ്റെ ഒളിയുദ്ധം. അതിപ്പോൾ ഒളിയുദ്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറയുക എന്നുള്ളതാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകളൊക്കെ തന്നെ ഡൽഹിയിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ ഡൽഹിയിലേക്ക് ഈ ചർച്ച തുടങ്ങുന്നത് 11 മണിയോടെ പാർലമെൻറ്റിൽ വെച്ച് ചർച്ച തുടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമായ PC വിഷ്ണുനാഥ് 10 മണിയോടുകൂടി ഡൽഹിയിലെത്തും. 11 മണിക്ക് PC വിഷ്ണുനാഥ് KC വേണുഗോപാലുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെ മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ പാർലമെന്റിൽ വെച്ചിട്ട് ചർച്ച നടത്തും. ഇത് മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട കാരണം, VD സതീശൻ ആരൊക്കെ കാണുന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിമാരെ VD സതീശൻ കാണുന്നുണ്ട്, അത് ഔദ്യോഗികപരമായി എന്നുള്ള രീതിയിൽ മാത്രമാണ്. എന്നാൽ VD സതീശനെ ഡൽഹി ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, KPCC അധ്യക്ഷ സ്ഥാനത്തിന് തൻ്റെ പേര് അല്ലെ തൻ്റെ നാമനിർദ്ദേശം ഇന്ന പേരുകൾ തനിക്ക് പറയാനുണ്ട്. ഇന്ന് അതായത് സർക്കാരിനെയും KPCC മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ KPCC പ്രസിഡന്റ് അത് ഒരു ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ നേതാവായി മാറരുത്. അതുകൊണ്ട് തന്നെ തൻ്റെ വാദം കൂടി തൻ്റെ പേരും കൂടി പരിഗണിക്കണം, താൻ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് കൂടി പരിഗണിക്കണം എന്നതായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ VD സതീശൻ വെക്കുക. പിന്നെ മറ്റൊന്നത് KC ഗ്രൂപ്പിൻ്റെ ഒളിയുദ്ധമാണ്. ഈ ഒളിയുദ്ധം കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറന്നൂക്കി പുറത്തു വന്ന് നേരിട്ടുള്ള യുദ്ധമാക്കി മാറ്റിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നതായിരിക്കും VD സതീശൻ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്, രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇപ്പോൾ അതുപോലെ ഷാഫി പറമ്പിലും അതേപോലെ തന്നെ PC വിശ്വനാഥും ഈ ചർച്ചകൾ പങ്കാളികളാണ്. ഏതായാലും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാകും എന്നത് ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഈ കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും എന്ന് നമുക്ക് പറയേണ്ടി വരും. എത്രയും പെട്ടെന്ന് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ പേര് പറയേണ്ടത് അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യമാണ്. തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചു, പഞ്ചാബിൽ പ്രഖ്യാപിച്ചു, കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് പോകുമെന്ന ഒരു ഭയം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അധ്യക്ഷൻ കൂടിയേ തീരുള്ളൂ. ഇപ്പൊ നമ്മൾ കുറച്ച് മുൻപ് ന്യൂസ് ആംഗിളിലൊക്കെ സംസാരിച്ച പോലെ KSU മുഖ്യമന്ത്രി തുറന്ന പോരിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയാൽ, പീഡന നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഇനിയിപ്പോൾ മുഖാമുഖം ഒക്കെ എത്തിത്തുടങ്ങിയാൽ രണ്ടുപേരെയും പറഞ്ഞ് സെറ്റാക്കാൻ ഒരു KPCC പ്രസിഡന്റ് വേണം.